ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. തനിക്കെന്താ വേണ്ടത്? അല്ല, ഞാനൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനിത് മോർണിംഗ് അല്ല, ഈവനിങ് അല്ല. അതിലൊക്കെ എന്തിരിക്കണം സാറേ, ഇരുളും വെളിച്ചും ചേരുന്നൊരു ഇടനാഴി. അല്ലാണ്ട് പിന്നെ ഇനിയിപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ഗുഡ് ഈവനിങ്. ഞാനിവിടെ ഒന്ന് ഇരുന്നോട്ടെ. ഈ പാർക്കിൽ വേറെ എത്ര ബെഞ്ചുണ്ട്? തനിക്ക് അവിടെ എവിടെയെങ്കിലും പോയിരുന്നൂടെ? അതിലൊന്നും സാറില്ലല്ലോ. എനിക്ക് ഈ ബെഞ്ചിനേക്കാളൊക്കെ എന്നെ ആകർഷിച്ചത് സാറാണ്. ഞാനിവിടെ ഇരിക്കുന്നതിൽ വല്ല വിരോധമുണ്ടോ? വിരോധമുണ്ട്. അങ്ങനെ പറയരുത് സാർ. സാധാരണ ഒരു ഹ്യൂമൻ ബീങ്ങിനോട് കാണിക്കുന്ന മര്യാദയെങ്കിലും എന്നോട് കാണിക്കണം. ഞാനിവിടെ ഈ അറ്റത്ത് ഇങ്ങനെ ഒതുങ്ങിയിരുന്നോളാം. തന്നോട് ഞാൻ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതെന്താ? എനിക്ക് എഴുതണം, എനിക്ക് സംസാരിക്കണം. താൻ എന്നെ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണോ? അതിന് ഞാൻ സാറിൻ്റെ നോവലൊന്നും വായിച്ചിട്ടില്ലല്ലോ. താൻ ആള് കൊള്ളാലോ. ഇപ്പോൾ സാറിന് എന്നെ പറ്റി ചെറിയൊരു ഇമ്പ്രഷനൊക്കെ വന്നു കാണും. ഞാൻ ഇനി ഇരുന്നോട്ടെ. ഇരിക്കുന്നതൊക്കെ കൊള്ളാം, ഉപദ്രവിക്കരുത്. സാറേ, ഈ നോവലൊക്കെ എഴുതുന്നത് സ്വന്തം അനുഭവത്തിൽ നിന്നല്ലേ? ആണെങ്കിൽ അല്ല, സ്വന്തം ജീവിതത്തിലെ അനുഭവങ്ങൾ ഓരോരോ പാവപ്പെട്ടവരുടെ മേത്ത് ചുമത്തിയിട്ട് അവരൊക്കെ ഓരോ കഥാപാത്രങ്ങളാക്കി അവർക്കൊക്കെ ഓരോ പേരും ഇട്ട് നിങ്ങളുടെ എല്ലാ ഫ്രസ്ട്രേഷൻസും അവരുടെ മേത്ത് തീർത്തിട്ട് അവരെ വെട്ടും കുത്തും ഒക്കെ ചെയ്ത് ഈ കലാകാരന്മാരൊക്കെ ഈ പേടിത്തൊണ്ടന്മാരാണല്ലേ? തന്നെ എനിക്കറിയാം. മദ്രാസിൽ മറീന ബീച്ചിൽ വെച്ചിട്ട്. മദ്രാസിലേക്ക് ഒന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല എൻ്റെ സാറേ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് ശേഷം മലയാളി അസോസിയേഷൻ നൽകിയ സ്വീകരണത്തിൽ കൽക്കത്തയിൽ അന്ന് പുരോഗമന കലാസാഹിത്യ സമിതിയെക്കുറിച്ച് വിമർശിച്ച് സംസാരിച്ച് ഒടുവിൽ ഉടക്കിലെത്തി. എൻ്റെ സാറേ, ഈ പൂക്കാസാന്ന് കേൾക്കുന്നതിന് എനിക്ക് അലർജിയാ. എൻ്റെ പൊന്നു സാറേ, ഞാൻ ഇതുവരെ കൽക്കത്തയിലോ മദ്രാസിലോ ഒന്നും പോയിട്ടില്ല. ഇനി അടുത്ത തവണ സാറ് പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോവോ? സാറ് വിചാരിച്ച എന്നെ എവിടെ വേണമെങ്കിൽ കൊണ്ടുപോവാം. അടുത്ത തവണ പോകുമ്പോൾ അറിയിക്കാം. ഇനി താനൊന്നും വേണ്ടത്, എനിക്ക് എഴുതണം. ഓക്കെ? സാർ എന്താ എഴുതിക്കൊണ്ടിരിക്കണേ? അത് താനിപ്പോൾ അറിയണ്ട. എന്നാലും സാറേ, തന്നെ കൊണ്ട് വലിയ ശല്യമായാലും. സ്വസ്ഥമായിട്ടിരുന്ന് എഴുതാൻ സമ്മതിക്കില്ലേ? സ്വസ്ഥമായിട്ട് എഴുതാനാണെങ്കിൽ സാർ ഈ ഒഫീഷ്യൽ ഡ്രസ്സൊക്കെ ഊരി മാറ്റി വീട്ടിലെങ്ങാനും പോയിരുന്ന് എഴുതണം സാർ. എവിടെ ഇരുന്ന് എഴുതണോ ഞാൻ തീരുമാനിക്കും. ഞാൻ എഴുതുന്ന കഥ ഇതെങ്ങനെ വേണം, എങ്ങോട്ട് പോകണം, എവിടെ വെച്ച് എഴുതണം, അതെൻ്റെ ഇഷ്ടമാണ്. മനസ്സിലായോ? സാറേ, ഞാനല്ല സാർ, സാറിൻ്റെ മൈൻഡാണ് സാറിനെ എഴുതാൻ സമ്മതിക്കാത്തത്. ഒന്ന് റിലാക്സ് ചെയ്ത് ഈ അഹങ്കാരമൊക്കെ ഒന്ന് കളഞ്ഞ് ഒരു സാധാരണ മനുഷ്യനെ പോലെ ചിന്തിക്കണം. തനിക്കിപ്പോൾ എന്താ പ്രശ്നം? ഭ്രാന്ത്. ശരിക്കും ഭ്രാന്ത്. സത്യമായിട്ടും? എൻ്റെ സാറേ, സാറല്ലേ പറഞ്ഞിരിക്കുന്നത് ഭ്രാന്തിനേക്കാൾ വലിയ സത്യമില്ലെന്നും ഭ്രാന്തൻ സത്യമേ പറയൂന്നും. താനിപ്പോൾ എവിടുന്നാ വരുന്നത്? ഭ്രാന്താശുപത്രിയിൽ നിന്ന്. ഇത് കണ്ടോ, ഇതിലൂടെയാ ഹൈ വോൾട്ടേജ് കറണ്ട് കടത്തി വിട്ടത് എൻ്റെ ബ്രെയിനിനെ കറക്റ്റ് ചെയ്യാൻ. തന്നെ എന്നിട്ട് ഇപ്പൊ സുഖമായോ? എന്ത് സുഖം, എനിക്ക് എന്നും സുഖമായിരുന്നു. തന്നെ ഡിസ്ചാർജ് ചെയ്താണോ? ഏയ്, ഞാൻ അബ്സ്കോണ്ട് ചെയ്തു എന്ന് വെച്ചാ മതിൽ ചാടി. എത്ര സമയം? കഷ്ടിച്ച് 1 മണിക്കൂറായി കാണും. ഇപ്പം ഈ സിറ്റി മുഴുവൻ, അല്ല ഈ കൺട്രി മുഴുവൻ എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ലോകത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ എന്നില. ഒരു ഭ്രാന്തന്
അത്ര വലിയ പ്രാധാന്യം ഈ ഭൂമിയിലില്ല. സാറേ, വെറും ഭ്രാന്തല്ല, ഹോമിസൈഡ് മാനിയാക്ക്, എ ഡേഞ്ചറസ് ക്രിമിനൽ. ഹോമിസൈഡൽ മാനിയാക്ക്. ഞാൻ 2 പേരെ പച്ചയ്ക്ക് കുത്തി കൊന്നവനാ. കുത്തിക്കൊന്നു? 2 പേരെയും ഒറ്റ കുത്തിന് കൊന്നു, പിന്നെ ചറപറ കുത്തി. കഷ്ടം. എന്ത്, ചത്തതിന് ശേഷം കുത്തിയതോ? അതുകൊള്ളു. എങ്കിൽ പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാനാണല്ലോ അതിലും വലിയ കഷ്ടം. കുത്തുമ്പോൾ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടായിരുന്നു? അത് ഞാൻ എങ്ങനെ പറയും സാറേ? സൈക്കാട്രിസ്റ്റ് പറയുന്നു എനിക്ക് ഭ്രാന്തായിരുന്നു. പീനൽ കോഡ് പറയുന്നു ഭ്രാന്തല്ല, കൊലപാതകമായിരുന്നു. സെക്ഷൻ 302 എന്നെ തൂക്കാൻ വിധിച്ചു. തൂക്കാൻ വിധിച്ചോ? ഒന്നും അറിഞ്ഞുകൂടാത്ത. എന്നിട്ട് തൂക്കിയില്ലേ? തൂക്കിയിരുന്നെങ്കിൽ ഞാനെങ്ങനെ ഇരിക്കുമായിരുന്നോ? അപ്പം എനിക്ക് മാത്രമല്ല, സാറിനുണ്ട് കുറച്ച് ഭ്രാന്ത്. അപ്പം ശരി, ഞാൻ പോട്ടെ. ഇന്ന് രാത്രിക്കുള്ളിൽ ഇത് എഴുതി തീർക്കണം. എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടിട്ട് പോകണം. പറഞ്ഞില്ലേ, രാത്രിക്ക് മുമ്പ് ഇത് എഴുതി പൂർത്തിയാക്കണം. സാറല്ലാതെ പിന്നെ വേറെ ആര് കേൾക്കും? ഇരിക്കണം സാർ, പെട്ടെന്ന് തീർക്കണം. ഞാനൊരു പെണ്ണിനെ സ്നേഹിച്ചു, ജീവന് തുല്യം, വിത്ത് മൈ ഹോൾ ഹാർട്ട്. നിങ്ങൾ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? ഞാൻ വിവാഹിതനാണ്. ഞാൻ ചോദിച്ചത് ജീവന് തുല്യം സ്നേഹിച്ചിട്ടുണ്ടോന്ന്. എനിക്ക് സ്നേഹത്തെ പറ്റി പറയുമ്പോൾ എൻ്റെ ശരീരം മൊത്തം അങ്ങനെ തരിച്ച് കയറും. ഓൾറൈറ്റ്, ഞാനും തിരിച്ച് സ്നേഹിച്ചു, ജീവന് തുല്യം. എൻ്റെ എല്ലാം ഞാൻ അവൾക്ക് നൽകി. എല്ലാം. എന്തെല്ലാം? എല്ലാം. നോൺസെൻസ്. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. അന്ന് എനിക്കെന്തോ അങ്ങനെ തോന്നി. ഷീ ബിക്കേം മൈൻ. ഞാൻ അവളുടെ. വി ഗോട്ട് മാരീഡ്. എന്നിട്ട് വിവാഹം കഴിഞ്ഞപ്പോൾ അവൾ അവളുടെ തനി സ്വഭാവം പുറത്തെടുത്തു. അതാണ് സാറേ വലിയ ട്രാജഡി. അവൾക്ക് എന്നെ കൂടാണ്ട് വേറൊരു കാമുകനോട് ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഭാര്യയ്ക്ക് വേറെ കാമുകനുണ്ടെന്ന് അറിഞ്ഞാൽ നിങ്ങൾ സഹിക്കുമോ? ഇല്ല. ഞാൻ സഹിച്ചു 6 മാസം. എന്നിട്ടൊരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവളും അവളുടെ കാമുകനും കൂടി എൻ്റെ കട്ടിലില്ലേ. ഐ ബിക്കേം ടോട്ടലി ബ്ലാങ്ക്. ഒന്നും നോക്കിയില്ല, 2 പേരെയും. പിന്നെ ഒരു 10-20 വെട്ട്. അത്രയും വിവരക്കേട് കാണിക്കരുതായിരുന്നു. നിങ്ങളെ ഭാര്യയ്ക്ക് മറ്റൊരു കാമുകനുണ്ടെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അന്ന് ഞാൻ അവനെ കണ്ടത് എൻ്റെ ഭാര്യയുടെ നെഞ്ഞത്താ. കഷ്ടം. സാറിന് ഇപ്പം എന്നോട് കുറച്ച് സെൻറ്റിമെൻറ്റ്സ് ഒക്കെ തോന്നുന്നുണ്ടല്ലേ? എന്നെ വിസ്തരിച്ച കോടതിക്ക് ഇതേ സെൻറ്റിമെൻറ്റ്സ് ഉണ്ടായിരുന്നു. എൻ്റെ അവസാനത്തെ ഒരൊറ്റ ചോദ്യമാണ് ആ വിധി എഴുതിയത്. വിസ്താരം കഴിഞ്ഞ് അനുതാപത്തോടെ ജഡ്ജ് എന്നോട് ചോദിച്ചു, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറഞ്ഞു, ഒരു കാര്യം മാത്രം. യുവർ ഓണർ, അങ്ങയുടെ ഭാര്യയുടെ കൂടെ ഞാനൊരു ദിവസം കിടന്നോട്ടെ എന്ന് ചോദിച്ചു. കോടതിയിലൊരു അലർച്ചയായിരുന്നു. അപ്പം തന്നെ വിധി എഴുതി തൂക്കാൻ. അവിടുന്ന് നേരെ സെൻട്രൽ ജയിലിലേക്ക്. അവിടുന്ന് എനിക്ക് ഭ്രാന്താണെന്നും പറഞ്ഞ് എന്നെ ഭ്രാന്താശുപത്രിയിലേക്ക് അയച്ചു. ബുദ്ധി വീണ്ടെടുത്ത് വിധി പ്രകാരം കൊല്ലാൻ. നിങ്ങളുടെ ഈ കഥയൊക്കെ കേട്ടിട്ട് ഞാനെന്ത് ചെയ്യണം?
നിങ്ങൾക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാമല്ലേ? മനസ്സിലായില്ല. നിങ്ങൾക്ക് ഇപ്പോഴും ഒന്നും മനസ്സിലായില്ല? എൻ്റെ ഭാര്യയെ നിങ്ങൾക്കറിയാം, അവളുടെ കാമുകനെയും. അതെങ്ങനെ ഞാനറിയും? നിങ്ങളല്ലേ അവനെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. എനിക്ക് ആരെയും കൊല്ലുന്നത് ഇഷ്ടമല്ല. നിങ്ങളാണ് എന്നെ കൊണ്ട് ചെയ്യിച്ചത്. എനിക്കറിയാം എന്തിനാണ് നിങ്ങൾ എൻ്റെ ഭാര്യയുടെ അടുത്ത് അവനെ വിട്ടതെന്ന്. എന്തിനാ? കാരണം നിങ്ങൾക്ക് അവളെ ഇഷ്ടമായിരുന്നു, വല്ലാതെ. നിങ്ങൾ പണ്ട് സ്നേഹിച്ച പെണ്ണിൻ്റെ എല്ലാ സ്വഭാവവും എൻ്റെ ഭാര്യയ്ക്കുണ്ടായിരുന്നു. പക്ഷെ അവൾ നിങ്ങളെ തിരിച്ച് സ്നേഹിച്ചിരുന്നു. അവൾ എൻ്റെ ഭാര്യ. നിങ്ങൾ ഒരിക്കലും തിരിച്ച് സ്നേഹിക്കില്ല എന്ന് നിങ്ങൾക്കറിയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ വേറൊരുത്തിനെ സൃഷ്ടിച്ചു. എന്നെക്കാളും സുന്ദരനും പൗരുഷവുമുള്ളൊരുത്തൻ, അവൾ ഇഷ്ടപ്പെടുന്ന പോലെ ഒരുത്തൻ. വലിയ ചില്ല കാണുമ്പോൾ ചാടുന്ന പെണ്ണിൻ്റെ കോമൺ സൈക്കോളജി നിങ്ങൾ ഉപയോഗിച്ചു. താൻ സ്നേഹിച്ച പെണ്ണിനെ മറ്റൊരുത്തൻ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ, നിങ്ങൾക്ക് കിട്ടാത്ത സൗഭാഗ്യം മറ്റൊരുത്തിന് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന വാശി, അത് തീർക്കാൻ നിങ്ങൾ എന്നെ ഉപയോഗിച്ചു. യു ആർ എ സാഡിസ്റ്റ്, റിയൽ ക്രിമിനൽ. ഞാനിപ്പോൾ എന്ത് ചെയ്യണം? എന്നെ മനസ്സിലാക്കണം. എനിക്ക് അവളെ തിരിച്ചു തരണം. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് കഴിയില്ല. നിങ്ങൾക്ക് കഴിയും. പ്ലീസ് പ്ലീസ് സാർ, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം. നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. സാർ, നിങ്ങൾ എനിക്ക് തിരിച്ചു തരണം. എനിക്ക് അവളെ വേണം. ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലും. എത്ര തവണ കൊന്നാലും ഒറ്റ തവണ തൂക്കും. സാർ, എനിക്ക് ജീവിക്കണം. എന്നെ ഇല്ലാതാക്കാൻ. അവളില്ലാതെ ഈ ലോകത്ത് ഒറ്റയ്ക്ക് ഞാൻ എന്ത് ചെയ്യാൻ? സാറ് വലിയ ആളായപ്പോൾ പണ്ട് എഴുതി പകുതിയാക്കിയ എൻ്റെ അവളുടെയും കഥ മറന്നു. എൻ്റെ കഥ മാറ്റി എഴുതണം. ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റാരും വേണ്ട, ഞങ്ങൾ മാത്രം മതി. കുറേ കാലത്തിന് ശേഷം ഇന്ന് സാറ് എന്നെ ഓർത്തു, അവളെ ഓർത്തു. സാർ, എൻ്റെ കഥ മാറ്റി എഴുതണം പ്ലീസ്. എനിക്ക് അവളെ വേണം പ്ലീസ്. Get lost. സർ സർ, ബസ് കാത്തു നിൽക്കാണ്. ആര്? നോയിഡയിൽ ബസ് കാത്തു നിൽക്കാണ് സർ. വിക്രാന്ത്? അതെ സർ. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. യെസ് സർ. നിന്നെ ലോകം മുഴുവൻ അറിയും.
ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന എൻ്റെ ആദ്യ നോവലിലെ കേന്ദ്ര കഥാപാത്രമാണ് നീ.